പ്രിയ കൂട്ടുകാരെ, മീനട മുണ്ടയാക്ക സ്വദേശി അനീഷ് വെള്ളത്തിൽ പോയെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സ്കൂബ ടീം അംഗങ്ങൾ വെള്ളത്തിൽ മുണ്ടയാക്ക തൊട്ട് കൈതേപ്പാലം വരെ തെരച്ചിൽ നടത്തി. അനീഷിനെ പറ്റി യാതൊരു വിവരമില്ല. അപ്പം നമുക്ക് അവരുമായിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവരുമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നലത്തെ തെരച്ചിൽ തുടങ്ങിയ സമയം തൊട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഇന്നലെ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ വെള്ളത്തിൽ പോയപ്പോൾ പോലെ ഞങ്ങൾ തപ്പുന്നതാണ്. ഇന്നലെ ഞങ്ങൾ മുണ്ടക്കയത്തൊരു സെർച്ചിങ് കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഞാൻ ഉരുളുപൊട്ടലിൽ പോയ തേങ്ങ പിടിക്കാൻ ചാടിയ ആളെ എടുത്ത് കൊടുത്ത ഉടനെ ഇവിടുത്തെ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തോട്ടിൽ വാറ്റിലൊക്കെ ഇറങ്ങി അരിച്ച് തപ്പുന്നൊരു പരിപാടിയാണ്. ഞങ്ങൾ മുകളിൽ മുതൽ ഈ സ്പോട്ട് വരെയും നിങ്ങൾ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, നല്ല അരിച്ചാണ് ഞങ്ങൾ തപ്പിമ്പറയും ബോഡി ഇല്ലെന്നാണ് ഞങ്ങൾക്ക് 100% ഉറപ്പിക്കാൻ പറ്റിയത്. പിന്നെ വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ തപ്പുമ്പം ജനങ്ങൾ പറയുന്നുണ്ട് വെള്ളത്തിൽ ചാടിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഡൗട്ടും കൂടെ പറയുന്നതുകൊണ്ട് പാടാണ്. എങ്കിൽ തന്നെ ഞങ്ങൾ വന്നത് പൂർത്തീകരിക്കാനാണ്. ഞങ്ങളിപ്പോൾ തന്നെ അടുത്ത ആറ്റിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഏകദേശം ഒരു 12 കിലോമീറ്ററോളം തോട് തപ്പി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം 1 കിലോമീറ്ററും കൂടെ തപ്പി ആറ്റിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ കൂടെ ക്ലിയർ ചെയ്തിട്ട് ഇനി ഈ ഇത്ര നേരമൊക്കെ ആയിക്കൊണ്ട് ബോഡി പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ആൾക്കാർ സഞ്ചരിക്കാത്ത സ്ഥലമാണ് ഈ ആറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഒരു നാട്ടുകാരൻ വെള്ളം ബോട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുക. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പോൾ കയറിയതാണ്. വിശ്രമമില്ല. ബോഡി കിട്ടുന്നിടം വരെ നമ്മൾ ഉണ്ടല്ലേ. നിങ്ങൾ ഈരാറ്റുപേട്ട സ്ഥലം? ഈരാറ്റുപേട്ട എമർജൻസി എന്ന് പറയും. നമ്മൾ 120 പേരാണ് ഞങ്ങൾ പ്രവർത്തകർ. ഞങ്ങളുടെ വെള്ളത്തിലെ പ്രവർത്തകർ 70ഓളം പേര് ഞങ്ങൾ മൊത്തം ട്രെയിനറാണ്. എത്ര പേരുണ്ട് നിങ്ങൾ മൊത്തം? ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇന്നലെ വന്ന് ഞങ്ങൾ 10 പേരാണ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് 7 പേരാണ്. ആരൊക്കെ ഇവിടെ എല്ലാവരും എവിടുത്തെ സ്ഥലം? നല്ല ഈരാറ്റുപേട്ട. മാഹിൻ. എവിടെ സ്ഥലം? ഇവിടെ ഈരാറ്റുപേട്ട. സ്ഥലം അംഷാദ്. ഈരാറ്റുപേട്ട. എൻ്റെ റജിയാണ്. ടീക്കോയാണ്. അപ്പോൾ ഈ ബോഡി മരിച്ച് ഇപ്പോൾ എത്ര നേരത്തോട് നേരം കഴിഞ്ഞല്ലോ? നേരത്തോട് പറഞ്ഞാൽ കറക്റ്റ് 24 മണിക്കൂറാകുമ്പം ഇടപ്പൊങ്കൽ വരേണ്ടതാണ് ബോഡി. അപ്പോൾ ഈ ഏരിയയെല്ലാം കിടന്നിട്ടുണ്ടെങ്കിൽ നിലത്ത് കിടക്കുന്ന ബോഡി ഒരു അണക്കം തട്ടി മുകളിൽ വരും. ഇന്ന് 3ാമത്തെ ദിവസമായി. പൂർണ്ണമായിട്ടും ബോഡി പൊങ്ങാൻ ഉള്ള സമയമായിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കേൾക്കുന്നവരാണെങ്കിലും മീൻപിടുത്തക്കാരോ സൈഡിലൊക്കെ വീട്ടിലുള്ളവരൊക്കെയോ ആറിൻ്റെ ഭാഗത്തോട്ടൊന്ന് നോക്കി നിന്നാൽ നല്ലതായിരിക്കും. അല്ല, വാഹന യാത്ര ചെയ്യുന്നവരൊക്കെ തോടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വണ്ടിയെ പോകുന്നവരുണ്ടെങ്കിൽ ആറ്റിലോട്ട് ഒരു ശകലം നോക്കിയെങ്കിൽ നമുക്ക് ആ മൃതദേഹം പെട്ടെന്ന് എടുത്ത് ബാക്കിയുള്ള മരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള രീതിക്ക് വേണം. പക്ഷേ ഇപ്പോഴേ കിട്ടിയിട്ട് കാര്യമുള്ളൂ. നാളത്തെയും കൂടെ മൃതദേഹത്തിൻ്റെ രീതികൾ മാറിപ്പോകും. അപ്പോൾ നമ്മൾ മരിച്ച ആൾക്ക് വേണ്ടി തപ്പുന്ന എന്തിനാണെന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, പൊങ്ങി വരികയെന്നൊക്കെ. അപ്പോൾ ആ വീട്ടുകാർക്ക് ഒരു നേരം ഒരു നോക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിസ്ക് എടുത്ത് ഇങ്ങനെ തപ്പാറുള്ളത്. പിന്നെ കേൾക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. ഈ പറമ്പിലൊക്കെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഇതുണ്ടോ? ഓരോ വീട്ടുകാർക്ക് അത് അറിയത്തില്ലല്ലോ. ഓരോക്കെ പറമ്പുകളിലൊക്കെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഉരുളുപൊട്ടി വെള്ളവരും മഴച്ചാലിലെ വെള്ളം വരവിനും വെള്ളത്തിന്റെ ദിശയിൽ വെള്ളം തീയെന്ന് പറഞ്ഞാൽ ഒരു രീതിയില്ല. ആ വെള്ളം വരുന്ന രീതി വെച്ച് തന്നെ പോകും. പിന്നെ ഈ തോട്ടി മൊത്തം ഭയങ്കര കുപ്പിയാണ്. കുപ്പി ഇട്ടിരിക്കുന്ന കാരണം ബോഡി അടി കയറി ഇരുന്നാൽ പോലും 1-2 കുപ്പിയല്ല, 10,000-കണക്കിന് കുപ്പിയാണ് വെള്ളത്തിൽ കിടക്കുന്നത്, വേസ്റ്റ് വന്നിരിക്കുന്നത്. അതിന്റെ അടിയിലോട്ട് ബോഡി കയറി ഇരുന്നാൽ പൊങ്ങി വരികയല്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഇവിടെ ഈ തോട് മൊത്തം ക്ലീൻ ചെയ്താണ് വന്നേക്കുന്നത്. എല്ലാം റെഡിയാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് വെള്ളം അന്ന് വെള്ളത്തിന് ഭയങ്കര വരവായിരുന്നു. അന്ന് ഈരാറ്റുപേട്ട വെള്ളം പറമ്പിലേക്കെല്ലാം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പറമ്പും ഭാഗമൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെ തന്നെ കരയിൽ കൂടെ ഒക്കെ ജനങ്ങൾ നോക്കി വരുന്നുണ്ട്. അവർ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ശരി, ഏതായാലും കാണാം.